നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ വിസിൽ മുതൽ അവസാനത്തെ വിസിൽ വരെ നിങ്ങളായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. സി യു നെക്സ്റ്റ് സീസൺ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആർപ്പ് വിളികളും മറ്റുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇന്നലത്തെ കളിക്ക് ശേഷം പോസ്റ്റ് ചെയ്ത കാര്യമാണത്. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. തുടക്കം മുതൽ അവസാനം വരെ ബ്ലാസ്റ്റേഴ്സ് ട്വീറ്റ് ചെയ്യുകയാണ്. അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് കാണാൻ പറ്റും. പക്ഷേ ഇന്നലത്തെ കളി ഹോം മത്സരമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാന ഹോം മത്സരം. ഈ പറയുന്ന പോലെ ആരാധകർ പിന്തുണയുമായിട്ട് സ്റ്റേഡിയത്തിൽ നിറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന ഹോം അറ്റൻഡൻസ് ആയിരിക്കും ഇന്നലെ ഉണ്ടായിരുന്നത്. ആരാധകർ കൈയൊഴിയുന്നതിൻ്റെ വ്യക്തമായ കൃത്യമായ സൂചനകൾ കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ കിട്ടിത്തുടങ്ങിയിരുന്നു. അതതിൻ്റെ ഏറ്റവും പീക്കിൽ ഇന്നലെ നമ്മൾ കണ്ടു എന്ന് പറയേണ്ടി വരും. ഈ സീസൺ അങ്ങനെയാണെന്ന്, ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു സീസൺ. തോൽവികൾക്ക് മേൽ തോൽവികൾ. പ്ലേ ഓഫിലേക്കില്ല. കോച്ചിനെ പകുതി വെച്ച് സാക്ക് ചെയ്തു. ഒരു ഫുൾ ടൈം കോച്ചിനെ പിന്നെ വെക്കാൻ പറ്റാതെ ഇൻട്രിം കോച്ചിനെ വെച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ആരാധക പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. അത് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നതായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം സെക്യൂരിറ്റീസ്, ബൗൺസേഴ്സ് വരിക, അവിടെയുള്ള ബാനറുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, പ്ലക്കാർഡുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ പിന്നെ ആരാധകരുടെ വോയിസ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലാതെ മറ്റെന്താണ്? അങ്ങനെയല്ല എന്ന് മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ പറയുമ്പോഴും നടക്കുന്നത് വേറെ ഒന്നാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ആരാധകർ കൈയൊഴിയും, സ്വാഭാവികമല്ലേ. ഇന്നലത്തെ കാര്യം ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ അറ്റൻഡൻസ് എത്രയാണെന്നറിയാം? 3567. ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന അറ്റൻഡൻസ് ആയിരിക്കും ISL തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് എടുത്താൽ. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം 2018 മത്സരം ബോയ്ക്കോട്ട് ചെയ്യാനുള്ളൊരു ആഹ്വാനം ആരാധകർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, MT സ്റ്റേഡിയം. അപ്പോൾ അന്ന് പോലും 8451 അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. അതിനേക്കാൾ താഴ്ന്ന അവസ്ഥ പിന്നെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഹോം മാച്ചിലും ആരാധകർ വളരെ കുറവായിരുന്നു, 4000 മറ്റുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞു, 4000-ലും താഴെ 3567 കാര്യം വളരെ വ്യക്തമാണ്. ആരാധകർ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും അങ്ങനെയുള്ള റിസൾട്ടുകളും ഒക്കെയല്ലേ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ആരാധകരെ തിരികെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ അത്ര എളുപ്പമല്ല. അത് സംഭവിക്കണമെങ്കിൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് വലിയ അഴിച്ചുപണി ടീമിൽ നടക്കേണ്ടതുണ്ട്. ടീമിൽ ആരാധകർക്ക് വീണ്ടും വിശ്വാസം വരേണ്ടതുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.